ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചോല മസാലക്കറി തന്നെ തയ്യാറാക്കാം. ഈ വെള്ളക്കടലയ്ക്കാണ് ചോല എന്ന് പറയുന്നത്. അത് ഞാൻ കടല നമ്മൾ കുതിർക്കുന്നത് പോലെ തലേദിവസം തന്നെ കുതിർത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഊറ്റിയെടുത്തിരിക്കുകയാണ്. ഈ ഒരു പാത്രത്തിനാണ് ഞാൻ ഒരു പാത്രം ചോലയാണ് കുതിർക്കുന്നതിന് വേണ്ടി ഇട്ടിരുന്നത്. ഇത് നമ്മൾ സാധാരണ കടലക്കറി വെക്കുന്നത് പോലെ വെച്ചാൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ അതുകൊണ്ട് ഞാനിത് നോർത്ത് ഇന്ത്യൻസൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ഗ്രാമ്പൂവും 2 കറുവപ്പട്ടയുടെ പീസും പിന്നെ ഒരു ബേ ലീഫും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ 6 വിസിലായപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളിക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റണം. വഴറ്റി ഇതൊന്ന് ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1/4 സ്പൂൺ നല്ല ജീരകവും 1/4 സ്പൂൺ പെരിഞ്ജീരകവും 1 സ്പൂൺ കുരുമുളകും 1 ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ 1 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് തക്കാളിക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതങ്ങനെ ഒരുപാടൊന്നും ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. തക്കാളിക്കയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ രണ്ടാമത് കാണിച്ചു തന്ന മസാലക്കൂട്ടുണ്ടല്ലോ, പെരിഞ്ജീരകവും കുരുമുളകും ഒക്കെ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ആ തക്കാളിക്ക നമ്മൾ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉടയുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആറാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ കടല ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. 6 വിസിലായപ്പോഴേക്കും ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ട്. കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറൊന്ന് കഴുകി അരപ്പുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ വഴറ്റിയെടുക്കുമ്പോഴത്തേന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇതുപോലെ നന്നായിട്ട് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. ആ ഒരു പരുവമാണ് ഇത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് വേണം നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനായിട്ട് ഓരോ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചോല മസാലയാണ് ഇത്. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഇതാണ് ഈ ഒരു കറിയുടെ ഏറ്റവും ടേസ്റ്റ് കൂട്ടി കൊടുക്കുന്ന ഒരു മസാല. അപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി ഒന്നും കൂടി ചൂടാക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഒഴിച്ചപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോയി. നമുക്കല്പം ചാറ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സാധാരണ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അല്പം കടലയൊക്കെ അരച്ച് ചേർക്കാറുണ്ട്, കറിയുടെ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിലേക്ക് അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ഈ സവാളയും തക്കാളിക്കായും ഒക്കെ നന്നായിട്ട് വഴറ്റി അരച്ച് ചേർത്തത് കൊണ്ട് ഇതിലേക്ക് അങ്ങനെയൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കടല. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഈ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും ഈ കടല ഇങ്ങനെ അരച്ച് ചേർത്താൽ. അപ്പോൾ നമുക്ക് നല്ല കുറുകിയ ഒരു ചാറോട് കൂടിയിട്ടുള്ള മസാലക്കറിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചെറിയ ഒരു തീ വെച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ കറിക്കൊക്കെ താളിച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ഇതിലേക്ക് ഞാനൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോല മസാല കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അതുപോലെ അപ്പം, ചപ്പാത്തി, പുട്ട്,
ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്